ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. OBY അല്ലെങ്കിൽ ദിയാകൃഷ്ണ. ദിയാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. സാധാരണ ഈ പറഞ്ഞ ഫാമിലി വ്ളോഗൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു പ്രസവ വ്ളോഗേഴ്സ്, നമ്മുടെ TT ഫാമിലി അല്ലെങ്കിൽ പ്രവീൺ കൊച്ചു, മൃദുല, അതുപോലുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ആ ഒരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ആ ഒരു കാറ്റഗറി അല്ല. ഇവിടെ ഓഡിയൻസ് കുറച്ചുകൂടി ഒരു വേറെ തലത്തിലുള്ള, അതായത് ഒരു പ്രത്യേക പ്ലാനറ്റിൽ നിന്ന് വന്ന ആളുകളാണോ എന്ന് സംശയിച്ചു പോകുന്നു. വിദ്യാഭ്യാസ കുറവ് കൊണ്ടോ വിവരമില്ലായ്മ കൊണ്ടൊന്നും അല്ല, മാനസിക പ്രശ്നങ്ങളാണോ ഇവരുടെ പ്രശ്നമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിവേ, ഈ പറഞ്ഞ ദിയാകൃഷ്ണയെ കുറിച്ച് ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിയാകൃഷ്ണ പ്രഗ്നന്റ് ആണോ, പ്രഗ്നന്റ് ആയോ, പ്രഗ്നൻസി മറച്ചു വെക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നമുക്കറിയാം, ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് പ്രസവ വ്ളോഗേഴ്സിനാണ്. പ്രസവ വ്ളോഗേഴ്സിനെ പറ്റി മാത്രം പല വീഡിയോകൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ പ്രസവത്തിന് അഡിക്റ്റായ ആളുകൾ ഈ പറഞ്ഞ കണക്ക് എല്ലാ കാറ്റഗറിയിലുമുണ്ട്. അതായത് പ്രഥമ ദൃഷ്ടിയിൽ ഈ പറഞ്ഞ പ്രസവ വ്ളോഗേഴ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അകൽച്ചയിലായിരുന്നെങ്കിലും ഇവർക്കിടയിലുള്ള അന്തർധാര, അതായത് ഈ പറഞ്ഞ ദിയാകൃഷ്ണയുടെ ഈ പറഞ്ഞ TT ഫാമിലി ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ഫാൻസും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അധികം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിനുള്ളൊരു ഉത്തരമാകട്ടെ ഈ ഒരു വീഡിയോ. തീർച്ചയായും ആ ഒരു ഉത്തരം ഈ വീഡിയോയിലൂടെ ഈ ആരാധകർക്ക് മുഴുവൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എനിവേ, ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റീൽസ് നമുക്കൊന്ന് കാണാം. അതിന് മുമ്പായി ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ദിയാകൃഷ്ണ ഓളുടെ പുയ്യാപ്പിള അശ്വിനി ഇപ്പോൾ ലണ്ടനിലോ മറ്റോ പോയി അവിടെ വെച്ചൊരു പാട്ട് നല്ല രസമുണ്ട്. നോർമലായിട്ട് ഒരു മനുഷ്യൻ ഇത് കാണുമ്പോഴത്തേന് ഈ രീതി നമ്മളിപ്പോൾ ഇരുന്ന മാതിരി ആ ഒരു ആസ്വാദനത്തോടു കൂടി ഇരുന്ന് കാണും, അത് വിട്ടുകളയും. എന്നാൽ ഈ പറഞ്ഞ ദിയാകൃഷ്ണയുടെ ഈ പറഞ്ഞ ആരാധകരുടെ അവസ്ഥ, അവരാണ് ഈ റീൽസ് കാണുന്നതെങ്കിൽ അവരുടെ ഒരു അവസ്ഥ, അവരെങ്ങനെയാണ് ഈ റീൽസ് കാണുന്നത്? ആരാധകരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് മനസ്സിലാക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മളൊന്ന് നിരീക്ഷിക്കണം. പാട്ടിനെ കുറിച്ചോ ഡാൻസിനെ കുറിച്ചോ റൊമാൻസിനെ കുറിച്ചോ ഒന്നും പറയാനില്ല. സുനിത മൊയ്തീന്റെ കമന്റ്, ആരൊക്കെ പ്രഗ്നന്റ് ആണോ എന്ന് നോക്കി, ഞാനും അത് തന്നെയാണ് നോക്കിയത്, ഞാനും നോക്കി. ഒഫീഷ്യലായി പറഞ്ഞോ പ്രഗ്നന്റ് ആണെന്ന്, അറിയാത്തോണ്ട് ചോദിച്ചതാണ്. ഞാൻ വയർ മാത്രമാണ് നോക്കിയത്, വയറിൽ നിന്നും കണ്ണെടുത്തിട്ടില്ല. അമൃത ഗോവിന്ദൻ, ഫൈനലി ദ ബേബി ബംപ് കൺഫേം ചെയ്തിരിക്കുന്നു. ഇനി സംശയിക്കാനില്ല. ഒരു ഡോക്ടറുടെ വൈദഗ്ധ്യത്തോടു കൂടി അമൃത ഗോവിന്ദൻ അത് കൺഫേം ചെയ്തിരിക്കുന്നു. ഫൈനലി ദ ബേബി ബംപ് ആണ്. ജംഷീൻ എന്ന് പറയുന്ന ഒരു പഹയത്തിയുടെ കമന്റ്, ഫൈനലി പ്രഗ്നൻസി കൺഫേം. 564 ലൈഫാണ് കിട്ടിയിരിക്കുന്നത്. ഇത്ര വിദഗ്ധമായി ഡോക്ടർമാർക്ക് പോലും കഴിയാത്തത് ഇവറ്റകൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. വളരെ വിദഗ്ധമായ കാര്യങ്ങൾ. വയറിലത്തെ ഫ്ലൂയിഡ് ഉണ്ട്, കുട്ടിയുടെ പൊസിഷൻ എന്താണ്, ആണാണോ പെണ്ണാണോ എന്നൊക്കെ വളരെ കൃത്യമായി, വളരെ അക്യൂറേറ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു ബോർഡ് തന്നെ ഈ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം. ഐസി എന്ന് പറയുന്ന ഒരാളുടെ കമന്റ്, എന്തിനാ ഓസി ഇപ്പോൾ തന്നെ ചാടിക്കളിക്കുന്നത്, ഇഷ്ടം കൊണ്ട് പറയാട്ടോ, ശ്രദ്ധിക്കുക. വളരെ കെയറിംഗ് ഉള്ള ഒരു പഹയത്തിയാണെന്ന് തോന്നുന്നു. ഉപദേശിച്ച് കൊടുക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ തുള്ളിക്കളിച്ച് ആ ഉള്ള ഗർഭം ഇല്ലാതാക്കുന്നതെന്നാണ് ആ പഹയത്ത് ചോദിക്കുന്നത്. പ്രഗ്നന്റ് മൈ വേൾഡ് പറയുന്നു, മണ്ടത്തെ പറയാതെ പ്രഗ്നന്റ് ആണെങ്കിൽ ഇങ്ങനെ തുള്ളുമോ എന്ന് ഒരു ബോധമുള്ള ഒരു ആളവിടെ കമന്റ് അടിച്ചിട്ടുണ്ട്. ഐഷ ബീവിയുടെ കമന്റ്, 4th മന്ത് ആയെന്ന് തോന്നുന്നു. അതാണ് ഉള്ളതിൽ ഏറ്റവും വിദഗ്ധമായി കറക്റ്റ് മാസം പോലും കണ്ടുപിടിച്ചിരിക്കുന്ന ഐഷ ബീവി. 4 മാസം കഴിഞ്ഞ് 3 ദിവസവുമായിരിക്കുന്നു. വളരെ വിദഗ്ധമായി ഐഷ ബീവി കണ്ടുപിടിച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ ആവാൻ പഠിക്കാൻ പോയിരുന്നെങ്കിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറുമായിരുന്നു ഐഷ ബീവിയുടെ ഒരു കരിയർ തന്നെ. എന്നാൽ അതിന് താഴെ വന്നൊരു കമന്റ്, അതിന് മാരേജ് സെപ്റ്റംബറിനല്ലായിരുന്നോ, മാരേജ് കഴിഞ്ഞിട്ട് 3 മാസമല്ലോ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും പ്രഗ്നൻസി 4 മാസം ആകുമോ എന്നൊരു കമന്റ് രഞ്ജു അടിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും ആർക്കും തോന്നാം. എന്നാൽ ഇവരൊക്കെ ലിവിങ് ടുഗദർ ആയിരുന്നത് കൊണ്ട് അതും സംഭവിച്ചു കൂടായികയില്ല. അതിലും അതിശയിക്കേണ്ട ആവശ്യമില്ല. പ്രഗ്നന്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100% കൺഫേം ചെയ്തിരിക്കുന്നു. എല്ലാവരും സന്തോഷിപ്പിൻ. അതിന് താഴെ വന്ന മറ്റൊരു കമന്റ്, ബോധമില്ലാത്തവരെ, പ്രഗ്നന്റ് ആണെങ്കിൽ ഒരിക്കലും 1-2 മാസത്തിൽ പ്രഗ്നന്റ് ആവുന്ന ഒരാൾ ഇങ്ങനെ തുള്ളി കളിക്കത്തില്ല. അത്
ഇങ്ങനെ തുള്ളിക്കളിക്കത്തില്ല. ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അല്പസ്വല്പം വിവരമുള്ള ആൾക്കാരും ഈ ഒരു കമന്റ് ബോക്സിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ പുത്രി ദിയ കൃഷ്ണയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ദിയ ഗർഭിണിയാണോ എന്ന സംശയത്തിലാണ് പൂർവാധികമായി ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ദിയ കൃഷ്ണ തന്നെ പറയുന്ന മറുപടിയിൽ ഗർഭിണിയാണെന്ന സ്ഥിരീകരണമാണ് പുറത്തുവരുന്നത്. ഈ പെണ്ണാണല്ലോ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വാർത്ത വന്നത് എന്നൊരാളുടെ കമന്റ് ഉണ്ട്. ആദ്യത്തെ സ്കാനിങ്ങോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരാധകരോട് അക്കാര്യത്തെക്കുറിച്ച് പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലാവുകയാണ്. ദിയ ഗർഭിണിയാണ് എന്ന് ഇതിലൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. താൻ ഗർഭിണിയല്ല എന്ന് ഇതിനോടകം തന്നെ ദിയ പറയേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ദിയ ഇതുവരെ അതിനെക്കുറിച്ചൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല സഹോദരിമാരെ ട്രിപ്പ് പോയ സമയത്ത് ഇവിടെ അച്ഛനെയും അമ്മയുടെയും ഒപ്പം നിൽക്കുകയാണ് ദിയ കൃഷ്ണ. ഛർദിലും നല്ല പനിയും ഒക്കെ കാരണം ആശുപത്രിയിലായിരുന്നു ആദ്യത്തെ കുറച്ചു ദിവസം. അതുകൊണ്ടാണ് ദിയ കൃഷ്ണ പോകാത്തതെന്ന് ആദ്യം എല്ലാവരും കരുതിയെങ്കിലും പിന്നാലെ ദിയയ്ക്ക് വയ്യ എന്നുള്ള കാര്യം എല്ലാവരും പറയാൻ തുടങ്ങി. ഇതോടെ പ്രേക്ഷകർക്ക് ഇത്ര വിദഗ്ധമായി വീട്ടിൽ നടക്കുന്ന വയറിളക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കണ്ടന്റുകൾ പോലും വളരെ വിദഗ്ധമായി കണ്ടുപിടിക്കാൻ ഈ ആരാധകർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ആ ഒരു വൈദഗ്ധ്യം അതിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കണ്ടുകൂടാ. ദിയയുടെ ആഗ്രഹം മനസ്സിലായി. ദിയയ്ക്ക് കുടുംബം വേണമെന്നും കുട്ടികളും ഭർത്താവും ഒക്കെ വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടികളും ഭർത്താവും ഒക്കെ വേണമെന്ന് ഇനി ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഭർത്താവ് എന്ന് പറയുന്ന ഒരു പക ഇനിയിപ്പോ കിട്ടിയല്ലോ. ഇനിയിപ്പോ കുട്ടികളെ പറ്റി ആഗ്രഹിച്ചാൽ പോരെ. ഇനിയും ഭർത്താക്കന്മാരെ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് വേഗം കല്യാണം കഴിച്ചതും. അങ്ങനെ ജീവിതം ഫാമിലിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് ദിയ എന്ന് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ ദിയയുടെ ഈ വാർത്ത അംഗീകരിക്കുകയാണ്. ദിയ അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? 27 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് കുട്ടിയുടേതായ തീരുമാനമെടുക്കാം. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നതെന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാം ചോദിക്കുന്നതിന് മറുപടിയുമായി എത്തുന്നത്. ഈ പെണ്ണല്ലേ ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നതെന്ന് പറഞ്ഞ കമന്റിന് താഴെയാണ് ദിയ കൃഷ്ണ മറുപടിയുമായി എത്തുന്നത്. എനിക്കൊരു പേരുണ്ട് ദിയ. ഒന്ന് പെണ്ണ് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേര് വിളിക്കാം, അല്ലെങ്കിൽ യു എന്ന് പറയാം, അവര് എന്ന് ഉദ്ദേശിക്കാം. അല്ലാതെ നീ, പൊടി, എടി, പെണ്ണ് എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്നാണ് ദിയ പറഞ്ഞത്. അതിലൊട്ടും റെസ്പെക്ട് തോന്നുന്നില്ല എന്നും എന്റെ ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ വന്ന് ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് ദിയ പറയുന്നു. അതൊക്കെ അവിടെ ഒരു ചേച്ചിയാണ് ഇങ്ങനെ പെണ്ണെന്ന് കമന്റ് ഇട്ടിരിക്കുന്നത്. ഒരു ചേച്ചി, പ്രായമുള്ള ഒരു ചേച്ചി ഒരു പെണ്ണെന്ന് പറഞ്ഞതിൽ വലിയ കുറ്റമൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരും അല്ലാത്ത ആൾക്കാർ ഈ പെൺകുട്ടികളെ സംഭവം ചെയ്യുമ്പോൾ പെണ്ണ്, എടി, നീ എന്ന് നോക്കി സോഷ്യൽ മീഡിയ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേന് ചെയ്യുന്നത് അത്ര നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. എനിക്ക് അതിനോട് യോജിപ്പില്ല. പിന്നെ പ്രത്യേകിച്ച് ദിയ കൃഷ്ണയെ പോലുള്ള ആളുകളെ ഒരിക്കലും അങ്ങനൊന്നും വിളിക്കാൻ പാടില്ല. ഇത് മാത്രം വലിയ പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവരെയൊക്കെ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ല. എനിവേ നമുക്കൊരു കാര്യം ഉറപ്പായി, ദിയ കൃഷ്ണയുടെ പ്രസവം വലിയൊരു സബ്ജക്റ്റാണ്. അത് വലിയൊരു സസ്പെൻസ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്. അതായത് ഈ ഡാൻസും ചാട്ടമൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യം ഈ പറയപ്പെടുന്ന പോലെ പ്രഗ്നൻസി ഒന്നും ഇല്ല എന്നുള്ളതാണ്. അത്യാവശ്യം ബോധമുള്ളവരാണെങ്കിൽ ഈ പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടങ്ങളിൽ, അതായത് ഒരു 3 മാസം വരെ ചാടാനോ തുള്ളി കളിക്കാനോ ഒന്നും പോകത്തില്ല. കാരണം പൊതുവെ ഈ കാലഘട്ടത്തിൽ ഗർഭപാത്രത്തിന് കട്ടി കുറവാന്നുള്ള ഒരു പ്രശ്നം ഒരുപാട് പേർക്കുണ്ട്. മെജോറിറ്റി ആൾക്കാർക്കും വരുന്നത് ഈ ഗർഭപാത്രത്തിന്റെ കട്ടി കുറവാന്നുള്ളതാണ്. സോ അത്തരം ഒരു വിഷയം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചാടി കളിക്കാൻ പോകാറില്ല. ചാടി കളിക്കുന്നത് എപ്പോഴാണ്? ചാടി കളിക്കുന്നത് 3-4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസം എക്സസൈസ് അങ്ങോട്ട് തുടങ്ങും. അപ്പോഴാണ് ഈ ചാടി കളിക്കേണ്ടത്. ആ ഒരു ബോധം ഈ പറഞ്ഞ കമന്റോളികൾക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ചാട്ടമൊക്കെ കാണുമ്പോൾ ഈ ഒരു ദിയ കൃഷ്ണയുടെ പ്രഗ്നൻസി ഉടനെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ആരാധകർ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു പ്രഗ്നൻസിയെ പറ്റി ഇത് ഒരു സത്യമായിരിക്കും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.